വിഭാഗമാക്കി അള്ളാഹു മാറ്റട്ടെ. ഒന്നാമത്തെ കടപ്പാടേതാ? അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാം, നിന്റെ അയൽവാസി നിനക്ക് സ്വർഗത്തിൻ്റെ പൗരത്വം നൽകണമെങ്കിൽ നീ അവനോട് പാലിക്കേണ്ട ഒന്നാമത്തെ കടപ്പാട് കഫുല്ലതാ. ഒരയൽവാസിയും നീ അടങ്ങിറാക്കാൻ പാടില്ല, ഒരാളെയും നീ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ അവസാന വഫാത്തിൻ്റെ വേളയിൽ പോലും പറഞ്ഞത്, പുണ്യനബിൻ്റെ വഫാത്ത് ദിനത്തിൽ നിശ്ചലമായ മദീനയല്ലേ, പുണ്യനബിൻ്റെ വഫാത്ത് ദിനത്തിൽ നിശ്ചലമായ മദീനയല്ലേ, കൽബുകളായിരമായിരമായിരം കണ്ണീരായി കഴിഞ്ഞതല്ലേ, കൽബുകളായിരമായിരമായിരം കണ്ണീരായി കഴിഞ്ഞതല്ലേ. വന്നസ്റായിൽ അന്നൊരു നാളിൽ ജദ്ദുൽ ഹുസൈൻ്റെ റൂഹെടുക്കാൻ, വന്നസ്റായിൽ അന്നൊരു നാളിൽ ജദ്ദുൽ ഹുസൈൻ്റെ റൂഹെടുക്കാൻ, ഫാത്തിമ ബീവിതൻ കൽബിൽ മിന്നും പൊന്നും പ്രഭയാം നൂറണക്കാൻ, ഫാത്തിമ ബീവിതൻ കൽബിൽ മിന്നും പൊന്നും പ്രഭയാം നൂറണക്കാൻ. ലോകത്തിൻ്റെ നേതാവ് പനി പിടിച്ച് തൻ്റെ വീടിൻ്റെ അകത്തളത്ത് തൻ്റെ അവസാന വഫാത്തിൻ്റെ വേളയിൽ തളർന്നു കിടക്കുകയാണ്. കഴിയുന്നില്ല റബ്ബേ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ തൻ്റെ വീടിൻ്റെ അകത്തളത്ത് തളർന്നു കിടക്കുമ്പോഴാ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു മദീന പള്ളിയിൽ ബാങ്ക് വിളിച്ചത്. എന്നിട്ടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് ഓടി വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ് അസ്സലാ യാ ഹബീബല്ലാഹ്, നബിയേ നമസ്കാരത്തിന് സമയമായി, നബിയേ നിസ്കരിക്കാൻ സമയമായി, നബിയേ ഒന്ന് മസ്ജിദുൻ നബവിയിലുള്ള പള്ളിയിലേക്ക് വാ നബിയേ. അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, കഴിയുന്നില്ല ആയിഷ, ഞാൻ തളർന്നു കിടക്കുന്നു ആയിഷ, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആയി കഴിയില്ല ആയിഷ. മുറു അബൂബക്കർ ഫല്യുസല്ലി ബിന്നാസ്, നീ അബൂബക്കറിനോട് മഹാനായ ബിലാൽ മുഅദ്ദിനോട് നിസ്കരിക്കാൻ വേണ്ടി പറ ആയിഷ എന്ന് പറഞ്ഞപ്പോ ആയിഷ ബിലാലിനോട് പറയുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് ഓടി വരികയാണ്. പള്ളിയാകെ തേങ്ങിക്കരച്ചില, പള്ളിയാകെ അട്ടഹാസമാ, പള്ളിയാകെ പൊട്ടിക്കരച്ചിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ പടച്ചവൻ ഈ ബഹളം കേൾക്കുമ്പോ റസൂലുള്ളാഹിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല, സഹിക്കാൻ പോലും കഴിഞ്ഞില്ല. അല്ലാഹുവേ, ഫദ്ൽ ഇബ്നു അബ്ബാസിന്റെയും അലിയാർ തങ്ങളുടെയും തോളത്ത് കൈയിട്ട് നടന്ന് മദീന പള്ളിയിലേക്ക് അല്ലാഹുവിന്റെ റസൂല് വരികയാണ്. സ്വഹാബത്ത് പുഞ്ചിരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ആ മിമ്പറിൽ കയറുകയാണ്. തന്റെ അവസാനത്തെ പ്രസംഗമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇനി ലോകത്ത് മുത്തുനബി പ്രസംഗിക്കാറില്ല. പനി പിടിച്ച് തളർന്നു കിടക്കുന്ന വഫാത്തിന്റെ വേളയില് നാളെ മരിക്കാൻ പോകുന്ന മുത്തു റസൂൽ ലോകാവസാനം വരെ വരുന്ന കാര്യങ്ങൾ പറയാൻ പോകുന്ന പ്രഭാഷണമാ. ആ മിമ്പറിൽ കയറിയപ്പോ സ്വഹാബത്തിന്റെ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. എൻ്റെ മുത്ത് എന്താണ് പറയുക, എൻ്റെ ഹബീബ് എന്താണ് പറയുക? കാരണം ലോകാവസാനം വരെയുള്ള കാര്യങ്ങൾ ഒരു പ്രസംഗത്തിലൂടെ പറഞ്ഞവസാനിപ്പിക്കണ്ടേ. അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിൽ ഒരു പ്രസംഗം തുടങ്ങുകയാണ്. ആ പ്രസംഗത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞ വാചകം എന്തെന്നറിയോ? ലോകാവസാനം വരെ വരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന മരണത്തിന്റെ വേളയിൽ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മദീന പള്ളിയുടെ ഉമ്മരപ്പടിയിൽ കാത്തു നിൽക്കുമ്പോ, മഹാനായ മുത്തു റസൂലുള്ളാഹിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ ആദ്യത്തെ വാചകം എന്തെന്നറിയോ? ഒരയൽവാസിയും വേദനിപ്പിക്കല്ലേ, ഒരയൽവാസിയും വിഷമിപ്പിക്കല്ലേ, അയൽവാസികളോടുള്ള കടപ്പാടുകൾ പാലിക്കണേ. നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ എത്ര ഗൗരവമാണെന്നൊന്ന് ആലോചിച്ചാൽ മതി. അത്രത്തോളം ഗൗരവമാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറ. യഥാർത്ഥ വിശ്വാസിയാണോ, നിനക്ക് ഈമാനുണ്ടോ, നീ ഒരു അയൽവാസിയും ഇടങ്ങിറാക്കൂല. ഞങ്ങൾക്ക് ഈമാനില്ല,
എപ്പോൾ നോക്കിയാലും ബഹളമാണ്, കലഹമാണ്, പ്രശ്നങ്ങളാണ്. എപ്പോൾ നോക്കിയാലും അയൽവാസി വേദനിപ്പിക്കലാണ്. അപ്പോൾ നമ്മൾക്ക് യഥാർത്ഥ ഈമാനില്ലാത്തത് കൊണ്ട് അള്ളാഹു നമുക്ക് തന്നു NRC, അള്ളാഹു നമുക്ക് തന്നു CAA. വെറുതെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് നമ്മളെത്ര നല്ലവരാണ്, നമ്മളെത്ര ബന്ധങ്ങളെ ചേർക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പണ്ടേ പറഞ്ഞു, നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾ ത്യജിച്ച് കളയാത്ത കാലത്തോളം നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും. ഇന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ഒരയൽവാസിയും ഇടങ്ങിറാക്കാൻ പാടില്ല. എന്താ ഒരയൽവാസി ഇടങ്ങിറാക്കാന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സദസ്സിനെ സാക്ഷ്യമാക്കി നല്ലവരായ എൻ്റെ ചാർമാടിക്കാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജമാഅത്തിലുള്ള ഒരാളെയും ഉസ്താദെ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ കൈപൊക്ക്. നിങ്ങൾക്ക് സ്വർഗ്ഗം ഞാൻ തരാം, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. എത്ര പേർക്ക് പറയാൻ പറ്റും? നിങ്ങൾ എന്ത് തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് സ്വർഗ്ഗം തരാം. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഉസ്താദെ ഒരു അയൽവാസിയും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുള്ള ഒരാൾ കൈപൊക്കി. ഒരു കൈയും പൊങ്ങുന്നില്ല. എന്താ അയൽവാസി ഇടങ്ങിറാക്കാന്ന് പറഞ്ഞാൽ എന്താ? അവരെ കല്ലെരിയലാണോ? അവരെ കുറ്റപ്പെടുത്തലാണോ? അവരെ ശകാരിക്കലാണോ? അവരെ ചീത്ത പറയലാണോ? അവരുടെ പേരിൽ കേസ് കൊടുക്കലാണോ? ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തത് ബന്ധോഷമാണ്. അള്ളാഹു നിങ്ങൾക്ക് പൊറുക്കുകയില്ല, സംശയമില്ല. ഒരു അയൽവാസി വേദനിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? മഹാന്മാർ പറയാണ്, ഇദാ റമൈത, കൽബ് പൊട്ടിപ്പോവും ഈ വാചകം കേട്ടാൽ. ഇദാ റമൈത കൽബ ജാരിക ഫഖദ് ആദൈത ജാറക. നിന്റെ അയൽവാസിയല്ല, നിന്റെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന 160 വീടുകളിലുള്ള അയൽവാസിയുടെ ഒരു നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം, 1 പ്രാവശ്യം മണ്ണിട്ട് കഴുകണം. അങ്ങനെയുള്ള ഒരു മോശപ്പെട്ട ജീവിയാകുന്ന നായ, ആ നായ നിന്റെ പൊരമുറ്റത്ത് വരുമ്പോൾ ഒരു കല്ല് പറക്കി അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നീ വലിച്ചെറിഞ്ഞു. എന്നാൽ ആ കല്ലെറിഞ്ഞത് നായക്കല്ല, അയൽവാസിയുടെ നെഞ്ചകത്തേക്കാണ്. നിനക്കല്ലാഹു സ്വർഗം തരൂല്ല, നിന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവില്ല. നിന്റെ അയൽവാസിയുടെ ഒരു കോഴി, ഒരു കന്നുകാലി നിന്റെ വീട് മുറ്റത്തേക്ക് വന്നപ്പോൾ അതിനെ പിടിച്ചു കെട്ടി, അതിനെ അടിച്ചു, അതിനെ മർദ്ദിച്ചു. ആ മർദ്ദിച്ചതും അടിച്ചതും അയൽവാസിയുടെ നെഞ്ചകത്തേക്കാട്. നിന്റെ അയൽവാസിയാട്. നിനക്ക് സ്വർഗമുണ്ടാവില്ല, നിന്റെ ജീവിതത്തിൽ വിജയമുണ്ടാവില്ല. നബി മുഹമ്മദ് മുസ്തഫ. പിന്നെ കുറേ ആൾ പറയുന്നല്ലോ, ഉസ്താദെ നിസ്കരിച്ചങ്ങ് സ്വർഗം, നോമ്പെടുത്തങ്ങ് സ്വർഗം, സദക്ക കൊടുത്തങ്ങ് സ്വർഗം. എല്ലാവരും ഇങ്ങനെ സ്വർഗത്തിന് ഭയങ്കര സ്വർഗത്തിൽ സ്ഥലം ഉണ്ടാവോ, ജാഗ ഉണ്ടാവോ? എല്ലാവർക്കും ബേജാറത്. നായക്ക് കല്ലെറിഞ്ഞെങ്കിൽ സ്വർഗ്ഗമില്ല, പിന്നെയല്ലേ നമുക്ക് സ്വർഗത്തിന് കടന്നിട്ട് പേരുണ്ടേ നമ്മൾ സ്വർഗത്തിൻ്റെ സ്ഥലം അന്വേഷിക്കാൻ. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഇതാണ്, ഒരയൽവാസി വേദനിപ്പിച്ചാൽ നിനക്ക് ജീവിതമില്ല, നിന്റെ ജീവിതത്തിൽ ബറക്കത്തില്ല, നിന്റെ അമലുകൾ അല്ലാഹ്ക്ക് വേണ്ട, നിനക്ക് സ്വർഗമില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂല് പറയുകയാണ്, ആരെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂല് പറയുന്ന ഹദീസ് കേട്ടു. ലോകത്തിൻ്റെ നേതാവ് പറയുകയാണ്, നിന്റെ അയൽവാസി നീ വേദനിപ്പിച്ചാൽ നിന്റെ ജീവിത വിജയം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നിന്റെ അമലുകൾ, നിന്റെ നിസ്കാരം, നോമ്പ്, ഖുർആൻ ഓത്തുകൾ പോലത്തെ ഇബാദത്തുകൾ അല്ലാഹ്ക്ക് വേണ്ട എന്ന് മാത്രമല്ല, നിനക്ക് സ്വർഗമില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂല് പറയുകയാണ്, മൻ ആദാ ജാറഹു ഫഖദ് ആദാനി. ആരെങ്കിലും ഒരാൾ അവൻ്റെ അയൽവാസി വേദനിപ്പിച്ചാൽ, നിന്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള 160 വീട്ടുകാരുണ്ടല്ലോ, ആ വീട്ടുകാരെ മൊത്തം വേണ്ട, വീട്ടിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരാൾ, ഈ ജമാഅത്തിലുള്ള ആരെങ്കിലും ഒരാളുടെ മനസ്സ് നീ വേദനിപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, നീ വേദനിപ്പിച്ചത് ആ ജമാഅത്തുകാരൻ്റെ മനസ്സിൻ്റെ അകത്തളത്തെയല്ല, മറിച്ച് നിന്റെ അയൽവാസി വേദനിപ്പിക്കുമ്പോൾ നീ വേദനിപ്പിച്ചത് ആരെയാണെന്നറിയോ? ഫഖദ് ആദാനി, അത് റസൂലുള്ളാഹിനെ വേദനിപ്പിക്കല. ഒരു അയൽവാസിയുടെ വീട്ടിലേക്ക് നീ വഴിമുടക്കിയാൽ അത് റൗള ശരീഫിലേക്കുള്ള വഴിമുടക്കലാണ്. ഒരു അയൽവാസിക്ക് നീ കല്ലെറിഞ്ഞാൽ റൗള ശരീഫിൽ കിടക്കുന്ന റസൂലുള്ളാഹിക്ക് കല്ലെറിയും പോലെയാണ്. ഒരു അയൽവാസിയോട് പിണങ്ങിക്കിടന്നാൽ അത് അള്ളാഹിന്റെ റസൂലിനോട് പിണങ്ങിക്കിടക്കും പോലെയാണ്. ഒരു അയൽവാസി നീ തെറി വിളിച്ചാൽ മദീന റൗള ശരീഫിൽ
പേരുള്ള ലോകത്തിന്റെ നേതാവിനെ തെരിവിളിക്കലാണ്. ഒരയൽവാസിയുടെ പേരിൽ ഇല്ലാത്ത ഫിതനകൾ പറഞ്ഞ് നാടാകെ അവനെ വഷളാക്കിയാൽ അത് റസൂലുള്ളാഹിനെ വഷളാക്കും പോലെയാണ്. ഒരയൽവാസിയുടെ പേരിൽ നീ കേസ് കൊടുത്താൽ റൗള ഷരീഫിൽ കിടക്കുന്ന ലോകത്തിന്റെ നേതാവിന്റെ പേരിൽ കേസ് കൊടുക്കും പോലെയാണ്. അവിടുത്തെ ഹബീബ് വിഷമിക്കൂലേ? അവിടുത്തെ ഹബീബ് വേദനിക്കൂലേ? അല്ലാഹുവിന്റെ റസൂൽ ഇത്രമാത്രം പറഞ്ഞു നിർത്തുന്നില്ലല്ലോ. വമന്നാദാനി ഫഖദ് ആദല്ലാഹ്. ആരെങ്കിലും ഒരാൾ അവന്റെ അയൽവാസി വേദനിപ്പിച്ചാൽ അത് അള്ളാഹുവിന്റെ റസൂലിനെ വേദനിപ്പിക്കൽ മാത്രമല്ല, അത് അള്ളാഹുവിനെയും കൂടി വേദനിപ്പിക്കലാണ്. ഒരയൽവാസിയോട് പിണങ്ങിക്കിടന്നാൽ നീ അള്ളാഹുവിനോട് പിണങ്ങിക്കിടന്നവനാണ്. ഒരയൽവാസിയെ കുറ്റപ്പെടുത്തിയാൽ നീ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തിയവനാണ്. ഒരയൽവാസിയെ വിഷമിപ്പിച്ചാൽ നീ അള്ളാഹുവിനെയും അള്ളാഹിന്റെ റസൂലിനെയും വിഷമിപ്പിച്ചവനാണ്. ഒരു അയൽവാസിയോട് നീ അരിശം വെച്ച് കഴിഞ്ഞാൽ നീ അള്ളാഹുവിനോടും അള്ളാഹിന്റെ റസൂലിനോടും പിണങ്ങിയവനെ പോലെയാണ്. പിണങ്ങിക്കിടക്കുന്ന അള്ളാഹുവിന് എന്തിനാ നിന്റെ നിസ്കാരം? പിണങ്ങിക്കിടക്കുന്ന മുത്തുനബിക്ക് എന്തിനാ നിന്റെ സ്വലാത്ത്? പിണങ്ങിക്കിടക്കുന്ന റബ്ബിനെന്തിനാ നിന്റെ ഖുർആൻ? പിണങ്ങിക്കിടന്ന അള്ളാഹ്ക്ക് എന്തിനാ നിന്റെ നോമ്പ്? പിണങ്ങിക്കിടക്കുന്ന പടച്ചവനെന്തിനാ നിന്റെ ദുആ? പിന്നെ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കുമോ? എത്ര കാലമായി ഉസ്താദ് NRC ഒന്ന് പൊളിഞ്ഞു പോകണമെന്ന് ദ്വാരക്കുന്നത്? ഈ രാജ്യത്തിന്റെ ഫാസിസ്റ്റ് ഭരണാധികൾക്കെതിരായി എന്റെ പ്രിയപ്പെട്ടവരെ ദ്വാ ചെയ്യുന്നത് എത്ര കാലമായി? പറയുന്നത് അല്ലാഹു ഞങ്ങളെ കാണുന്നില്ലേ? അല്ലാഹു ഞങ്ങളെ നോക്കുന്നില്ലേ? എന്തേ നമ്മുടെ റബ്ബ് നമ്മെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എങ്ങനെയാണ് മുസ്ലിമേ അല്ലാഹു നിന്നെ നോക്കുക? അല്ലാഹു നിന്നെ പരിഗണിക്കുക? കാരണം നിന്റെ അയൽവാസിയോട് പിണങ്ങിക്കിടന്നത് കൊണ്ട് അല്ലാഹു നിന്നോട് പിണങ്ങിക്കിടന്നിട്ടുണ്ടടാ. നിന്റെ അയൽവാസിയെ നീ വിഷമിപ്പിച്ചത് കൊണ്ട് അള്ളാഹു വിഷമത്തിലാണടാ. നിന്റെ അയൽവാസിയെ നീ വേദനിപ്പിച്ചത് കൊണ്ട് നിന്റെ റബ്ബ് നിന്നെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പല നിലക്കുള്ള പ്രശ്ന സങ്കീർണങ്ങൾ, പല നിലക്കുള്ള ബുദ്ധിമുട്ടുകൾ, പല നിലക്കുള്ള വേജാറുകൾ, പല നിലക്കുള്ള മുസ്ലിം സമൂഹം ഇന്ന് നേരിടുന്ന പ്രയാസങ്ങൾ ഉണ്ടല്ലോ. ഈ ബന്ധം ചേർക്കാതിരുന്നത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ അവസാനിപ്പിക്കുന്നില്ലല്ലോ. വമൻ ഹാറബ ജാറഹു ഫഖദ് ഹാറബനി. ആരെങ്കിലും ഒരാൾ ഒരു അയൽവാസിയോട് ശത്രുത വെച്ച് കഴിഞ്ഞാൽ, ഒരയൽവാസിയുടെ ഉയർച്ച കാണുമ്പോ, അവന് 2 നിലയുള്ള വീട് വെക്കുമ്പോ, അവനൊരു നല്ല വാഹനം വാങ്ങുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ അത് നമുക്ക് കാണാൻ വയ്യ. അതെങ്ങനെയെങ്കിലും ഒന്ന് അവിടെ നിന്ന് ഇല്ലാതായി പോട്ടെ, അവന് ഹലാക്കായി പോട്ടെ, അവന് നശിച്ചു പോട്ടെ. ഒരയൽവാസിയുടെ ഉയർച്ച കാണുമ്പോ, പുരോഗതി കാണുമ്പോ വേദനിക്കുന്ന മുസ്ലിമേ, നീ വേദനിച്ചത് ആരുടെ ഉയർച്ചയിലാണെന്നറിയോ? അള്ളാഹുവിന്റെ ഉയർച്ചയിലാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ ഉയർച്ചയിലാണ്. അവരോട് നീ ശത്രുത പുലർത്തിയവനാ. ഈ പ്രഭാഷണം ഞാൻ പറയുമ്പോ നമ്മുടെ അവസ്ഥയും ഇന്നിങ്ങനെയല്ലേ? ഒരയൽവാസിയുടെ ഉയർച്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? എത്രയോ പേര് അയൽവാസികൾക്ക് മാരണം വെച്ചവരാ, അവരെ തകർക്കാൻ വേണ്ടി നോക്കിയവരാ, അവർക്ക് വേണ്ടിയുള്ള വേദന കൊണ്ടിട്ട് കൊടുക്കാൻ വേണ്ടി നോക്കിയവരാ. അനുഭവമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പറയുന്നത്. പാലക്കാട് ജില്ലയിൽ ഈ വിനീതനൊരു വയലിന് പോയപ്പോ അള്ളാഹുവേ പടച്ചവനെ വയലിന്റെ സദസ്സിറങ്ങി. ഞാൻ എൻ്റെ വണ്ടിയിലേക്ക് കയറുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ വന്ന് പറയുന്നു, ഉസ്താദേ ഒരു 5 മിനിറ്റ് ഫ്രീ ആയി സംസാരിക്കാൻ എനിക്ക് സമയം തരൂ. ആ ചെറുപ്പക്കാരനെ മാനിച്ചുകൊണ്ടവന്റെ കൂടെ പോയി. കൂടെ ഗംഗാടകരുമുണ്ട്. ആ ചെറുപ്പക്കാരൻ എന്നെ തൊട്ടടുത്ത് വിളിച്ചുകൊണ്ട് ചെവി പൊത്തി പറയുന്നു, ഉസ്താദേ ഒരാഗ്രഹവുമില്ല ഉസ്താദേ, ഒരാഗ്രഹവുമില്ല ഉസ്താദേ, ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ ഉസ്താദേ, ഞാനൊന്ന് പെട്ടെന്ന് മരിച്ചു കിട്ടാ നിങ്ങൾ ദുആ ചെയ്യണം ഉസ്താദ്. വല്ലാത്ത വസിയത്താണ്. ഞാനൊന്ന് പെട്ടെന്ന് മരിച്ചു കിട്ടാൻ എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം ഉസ്താദ്. ആ ചെറുപ്പക്കാരന്റെ വസിയത്ത് കേൾക്കുമ്പോൾ ഞാൻ കൂട്ടുകാരോട് ചോദിച്ചു,
എന്തേ ഇവനിക്ക് വല്ല വട്ടുമുണ്ടോ, ഇവനിക്ക് വല്ല മാനസികവുമാണോ? കാരണം എന്റെ പല യുവാക്കളും പല നിലക്കുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് ദ്വാ കൊണ്ട് വസിയ്യത്ത് ചെയ്യാറുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ്, പ്രയാസങ്ങൾ പറഞ്ഞ്, ജീവിതത്തിന്റെ ഉന്നതിക്ക് വേണ്ടി, അവരുടെ ജോലിയിൽ ബറക്കത്ത് കിട്ടാൻ, കടങ്ങൾ വീടി കിട്ടാൻ, ഭാര്യ മക്കൾ നന്നായി കിട്ടാൻ, ഗൾഫ് രാജ്യത്തുള്ള ജോലി നിന്ന് കിട്ടാൻ, എന്റെ പ്രിയപ്പെട്ടവർ ഇവന്റെ വസിയ്യത്ത് വല്ലാത്ത അമ്പരപ്പിച്ചു പോയി. ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറയുമ്പോ സംഘാടകനായ പ്രിയപ്പെട്ട കൂട്ടുകാരെ പറഞ്ഞു, ഉസ്താദേ വല്ലാത്ത കഥന കണ്ണീരാണ് ഉസ്താദെ അവന്റെ ജീവിതം. അവനോട് ചോദിച്ചു നോക്കുമോ ഉസ്താദ്, വല്ലാത്ത സംഭവമാണ് ഉസ്താദേ, അവനോടൊന്ന് ചോദിച്ചറിയുമോ എന്ന് ചോദിക്കുമ്പോ നിറകണ്ണുകളോടുകൂടെ ആ ചെറുപ്പക്കാരനെ പറയുന്നു, ഉസ്താദേ ഞാനിങ്ങനെ നിങ്ങളോട് പറയാനുള്ള കാരണം എന്തെന്നറിയോ? നിങ്ങൾ വിചാരിക്കുമെന്ന് എനിക്കറിയാം എനിക്ക് വട്ടാണെന്ന്, പക്ഷേ വട്ടുമില്ല ഉസ്താദേ, ഒരു വട്ടുമില്ല ഉസ്താദേ, എനിക്കിന്ന് ഇണയില്ല ഉസ്താദേ, തുണയില്ല, എനിക്കിണയില്ല ഉസ്താദേ, തുണയില്ല. എൻ്റെ കുടുംബത്തിലുണ്ടല്ലോ ഉസ്താദേ 10 മാസത്തിൽ 9 പേര് ഈ ലോകത്തിൽ നിന്ന് മരിച്ചുപോയി ഉസ്താദ്. ഒന്നല്ല രണ്ടല്ല, 10 മാസത്തിൽ 9 പേര് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി ഉസ്താദേ. ആ ചെറുപ്പക്കാരനെ പറയുമ്പോ വല്ലാത്ത അത്ഭുതപ്പെട്ടു. ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്തടാ നിന്റെ കുടുംബത്തില് 10 മാസത്തില് 9 പേര് മരിക്കാനുള്ള കാരണം എന്തെന്നറിയോ? എന്തടാ വല്ല ദുരൂഹതയുള്ള മരണമാണോ? അല്ല അപകടത്തിലൂടെ ചെന്ന് ചാടി മരണപ്പെട്ടതാണോ? ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് പറയുന്നു, ഉസ്താദേ ദുരന്ത മരണമല്ല, അപകടത്തിലൂടെ ചെന്ന് ചാടി മരിച്ചതല്ല. എന്റെ കുടുംബത്തിലുണ്ടല്ലോ 10 മാസത്തിൽ 9 പേര് ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ കാരണം എന്തെന്നറിയോ? എന്റെ വാപ്പാക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹം കൊടുത്തു. കൊട്ടാരം പോലത്തെ 2 നിലയുള്ള കോടി വിലയുള്ള വീട് വെച്ചു. ഒരുപാട് ആധിക്യങ്ങൾ അല്ലാഹു എന്റെ വാപ്പാക്ക് കൊടുത്തപ്പോ, ഒരുപാട് ഐശ്വര്യങ്ങൾ എന്റെ വാപ്പ കൈനീട്ടി വാരിയപ്പോ, ഞങ്ങളുടെ അയൽവാസികളുണ്ടല്ലോ ഉസ്താദേ, ഞങ്ങളുടെ അയൽവാസികളുണ്ടല്ലോ ഉസ്താദേ, അവർക്കിത് സഹിക്കാൻ പറ്റിയില്ല, അവരെ കണ്ണുകൊണ്ട് ഇത് കാണാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് അവർ മരണം കഴിച്ചു ഉസ്താദ്, ഞങ്ങൾക്ക് അവർ മാട്ടം വെച്ചു ഉസ്താദ്. ആ മാരണം ചെയ്തതിന്റെ പേരില് പരക്കമുറ്റാത്ത മക്കളടക്കമുള്ള യൗവനത്തിലേക്ക് കാലെടുത്ത് വെച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളടക്കമുള്ള വയോധികരായ എന്റെ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും അടക്കമുള്ള 9 പേര് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് 10ാമനായി ഞാനും ഇതാ എന്റെ പള്ളിപ്പറമ്പിലേക്കുള്ള പള്ളി ശ്മശാനത്തിലേക്ക് മരണത്തിനോട് മല്ലിട്ട് കിടക്കുകയാണ്. ദുആ ചെയ്യണമെന്ന ചെറുപ്പക്കാരനെ പൊട്ടിക്കരയുമ്പോ നമ്മുടെ അവസ്ഥയും അങ്ങനെയല്ല മുസ്ലിമേ, നമ്മുടെ അവസ്ഥയും ഇന്നങ്ങനെയല്ലേ? ഒരാളുടെ ഉയർച്ച നമ്മെ കൊണ്ട് കാണാൻ കഴിയുന്നുണ്ടോ? അവനെ എങ്ങനെയെങ്കിലും തകർത്തെറിയണം, അവനെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണമെന്ന ഷാഢ്യത്തോടുകൂടെ വാശിയോടുകൂടെ നാട് മുഴുവനും ഉണ്ടാക്കാൻ വേണ്ടി പരക്കം പായുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിനക്കല്ലാന്റെ പൊരുത്തമില്ലടാ. നീ കളിച്ചത് നിന്റെ റബ്ബിനോടാണ്, നീ പിണങ്ങിക്കിടന്നത് നിന്റെ മുത്ത് ഹബീബിനോടാണ്, നീ വിഷമിപ്പിച്ചത് നിന്റെ അള്ളാഹുവിനോടാണ്. ആ അല്ല നിന്നെ തിരിഞ്ഞു നോക്കൂല, ആ അല്ല നിന്നെ കേൾക്കൂല, ആ അല്ല നിന്റെ ദുആഇന് ഇജാബത്ത് ചെയ്യൂല, ആ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നിന്റെ വീട്ടിലേക്കുണ്ടാവൂല, നിന്റെ ഭാര്യക്കുണ്ടാവൂല, നിന്റെ മക്കൾക്കുണ്ടാവൂല, നിന്റെ കുടുംബത്തിനുണ്ടാവൂല. അതുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കല്ല മുസ്ലിമേ, ഒരാളെയും വിഷമിപ്പിക്കല്ല പെണ്ണേ. നിന്റെ കാരണം കൊണ്ട് നിന്റെ ഭർത്താവ് ഒരയൽക്കാരോടും പിണങ്ങി നിൽക്കുന്ന സ്ഥിതിവിശേഷത ഇന്നു മുതൽ ഈ പരിശുദ്ധ റജബിന്റെ രാത്രി മുതൽ ഉണ്ടാവല്ല പെണ്ണേ. കാരണം എന്തേ? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അള്ളയും അള്ളാന്റെ റസൂലും പിണങ്ങിക്കിടക്കുന്ന, അള്ളയും അള്ളാന്റെ റസൂലും വെറുത്ത് കളയുന്ന കുടുംബമായി, വീടായി, നാടായി നിന്റെ കുടുംബം മാറും പെങ്ങളെ. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ടല്ലേ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മഹാനുഭാവൻ ഒരു പതിവുണ്ടായിരുന്നു, ഇങ്ങനെ വഅള് പറയും, പറഞ്ഞിട്ട് അവസാനം ദുആ ചെയ്യാനാകുമ്പോൾ പറയും, ഇടാര് വേണമെങ്കിൽ ഇരിക്കും, ഒരു പ്രശ്നമില്ല,
കള്ളു കുടിച്ചവർക്കും ഇരിക്കാം, പെണ്ണ് പിടിച്ചവനക്ക് ഇരിക്കാം, നിസ്കാരം കളാക്കിയവനക്ക് ഇരിക്കാം, വ്യഭിചരിച്ചവന് ആർക്ക് വേണമെങ്കിലും ഇരിക്കാം. ഞാൻ എൻ്റെ റബ്ബിനോട് തൗബ ചെയ്ത് നിങ്ങൾക്ക് പൊറുപ്പിച്ച് ദുആ ചെയ്തു തരാം. പക്ഷെ ഒരാൾ മാത്രം ഇരിക്കാൻ പാടില്ല. അനുയായികൾ അത്ഭുതത്തോടുകൂടി ചോദിച്ചു, ആരാണ് ഒരാൾ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആരാണെന്നറിയാൾ? അയൽവാസികളെ വേദനിപ്പിച്ചയാളാണ്. അയൽവാസികളെ വേദനിപ്പിച്ച ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങൂല്ല, അള്ളാഹുവിൻ്റെ ബറക്കത്ത് ഇറങ്ങൂല്ല. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ. ഈ സദസ്സിൽ ഇപ്പോൾ നമ്മൾ ദ്വാരക്കുമ്പോൾ അയൽവാസികളെ വേദനിപ്പിച്ച ഒരാളുണ്ട്. എത്ര കാലമായി നമ്മൾ NRC പഠിച്ചവൻ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം അല്ലേ, പലർക്കും നിരാശയായി. മജ്ലിസ് നൂർ കഴിച്ചിട്ട് എന്തായി, ബദർ മൗലിദ് ഓതിയിട്ട് എന്തായി, ഖത്മ് നേർച്ച വെച്ചിട്ട് എന്തായി, ഓർക്ക് തന്നെ സപ്പോർട്ടും. ഇങ്ങനെ ബന്ധം തകർത്താൽ അള്ള ചൊടിച്ച നിന്നെ, അള്ളാഹു ദ്വേഷപ്പെട്ട നിന്റെ ദുആ, നീ ഉള്ള സദസ്സിൻ്റെ ദുആ അള്ള സ്വീകരിക്കുമോ? ഒരിക്കലും അള്ള സ്വീകരിക്കൂല. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരെ സംഘടന മറന്ന്, രാഷ്ട്രീയം മറന്ന് ഒരു വേദിയിൽ NRCയുടെ കാര്യത്തിൽ, CA യുടെ കാര്യത്തിൽ അവർ ഒത്തൊരുമിക്കാൻ തുടങ്ങി. പക്ഷേ നമ്മുടെ നാടിൽ നമ്മളോ സംഘടനയുടെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, ചെറിയ ചെറിയ വാക്തർക്കത്തിൻ്റെ പേരിൽ പിണങ്ങിക്കിടക്കാം. ഏറ്റവും വലിയ ഐക്യം തുടങ്ങേണ്ടത് സ്റ്റേജ് മുതൽക്കല്ല, നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സമ്മേളനമോ അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റ് മുതൽക്കല്ല, നമ്മുടെ വീട് മുറ്റത്തിൽ നിന്നാവണം ആദ്യത്തെ ഐക്യപ്പെടൽ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടല്ലേ സൂഫിയായ ഒരു മനുഷ്യൻ അയൽവാസികളുടെ കാര്യത്തിൽ എത്രത്തോളം പേടിച്ചു. അയാളുടെ വീട്ടിൽ ഭയങ്കരം എലിയാണ്, എലിയുടെ ശല്യം രൂക്ഷമായി, ഭയങ്കര എലിയാണ്. എന്താ ചെയ്യുക റബ്ബേ? നമ്മൾ എലി നമ്മുടെ വീട്ടിൽ കൂടിയാൽ ഒന്നിരിക്കലോ എലിൻ്റെ വേഷം, എലിപ്പാശന് വെക്കും, അല്ലെങ്കിൽ എലി പെട്ടി വെക്കും, അല്ലെങ്കിൽ ഒരു പൂച്ചയെ പറ്റും. ഇയാളൊന്നും ചെയ്തില്ല. ഇയാൾ നേരെ പിറ്റേ ദിവസം രാവിലെ തൻ്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് പോയിട്ട് പറഞ്ഞു, മോനെ, എൻ്റെ പേരിൽ ഭയങ്കര എലി, ഞാൻ എന്താക്കണം? എൻ്റെ വീട്ടിൽ ഭയങ്കര എലിയാണ്, ഞാൻ എന്താ ചെയ്യണ്ടേ? ഓ എലിയാ? അതെ, ഞാൻ എന്താ ചെയ്യണ്ടേ? മണ്ട, നീ ഇവിടേക്ക് വരണോ? നിന്റെ വീട്ടിൽ എലി കൂടിയാൽ ഇവിടെ വരണോ? നിനക്കൊരു പൂച്ചയെ പോറ്റിക്കൂടെ? അപ്പോൾ ഇയാൾ പറഞ്ഞ മറുപടി എന്തെന്നറിയും? എനിക്ക് പൂച്ചയെ പോറ്റാൻ അറിയാഞ്ഞിട്ടല്ലാതെയല്ല, എനിക്കറിയാം. പക്ഷേ ഞാനെങ്ങാനും ഒരു പൂച്ചയെ പോറ്റി, ആ പൂച്ചയെ പോറ്റിയ സമയത്ത് എൻ്റെ വീടിൻ്റെ മച്ചിയിലേക്ക് ഒരു എലിയെ പിടിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിലുള്ള പൂച്ചയെങ്ങാനും കയറി ആ എലിയെ പിടിക്കുന്ന സമയത്ത് ആ പൂച്ചയുടെ വായ്ക്കകത്തിൽ നിന്ന് തെറ്റിച്ച് ആ എലിയെങ്ങാലും ഒളിച്ചോടി നിന്റെ വീട്ടിൽ വന്ന് നിന്നെ ശല്യം ചെയ്താൽ, ഞാൻ വീട്ടിൽ പോറ്റിയ പൂച്ചയുടെ കാരണം കൊണ്ടല്ലേ നിന്റെ വീട്ടിലേക്ക് ആ എലി ഓടി വന്നത്, എൻ്റെ കാരണം കൊണ്ടല്ലേ നിന്നെ അത് ശല്യം ചെയ്തത്, അതുകൊണ്ട് എൻ്റെ സ്വർഗം നഷ്ടപ്പെടൂല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത്രത്തോളം അവർ അള്ളാഹുവിനെ ഭയന്നു, അള്ളാഹുവിനെ പേടിച്ചു. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകട്ടെ, അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ഒരു കടപ്പാട് ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ്റെ ശക്തി കുറയുമ്പോൾ ഞാൻ നിർത്തണമെന്ന് തോന്നുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നും പറയല്ലേ? ബേജാറില്ല എല്ലാവർക്കും? ആരെ ബേജാറാക്കുന്ന പണിയില്ല, ഇല്ലല്ലേ? അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പോയിട്ട് 10 മിനിറ്റ് ഉറങ്ങും. നിങ്ങൾ എന്നെ വിട്ടിട്ട് ഞാൻ 3 മണിക്കൂർ യാത്ര ചെയ്യണം. അള്ളാഹു യാത്രയിൽ അപകടമരണങ്ങളെ തൊട്ട് കാക്കട്ടെ, യാത്രയിൽ ബറക്കത്ത് ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്നലെയും 3:45 പള്ളിയിലെത്തുമ്പോൾ, വടകരയിലായിരുന്നു പരിപാടി. അപ്പോൾ ഒരുപാട് ദിവസം ഇങ്ങനെ വയലാകുമ്പോൾ നമുക്കും ക്ഷീണമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു ആവേശം കാണുമ്പോൾ ഒരു ബാധ്യതയും കൂടി നമുക്ക് കിട്ടുന്ന ഒരു അവസരമല്ലോ ഒന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ ഒരു കടപ്പാട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഒരു അയൽവാസിയും നീ നാവ് കൊണ്ട് ഉപദ്രവിക്കാൻ പാടില്ല. നാവ് കൊണ്ട് ഒരാളെയും നീ ഉപദ്രവിക്കാൻ പാടില്ല. ഒരയൽവാസിയും ഒരു വാക്കുകൊണ്ട് പോലും നീ ഉപദ്രവിക്കാൻ പാടില്ല. അള്ളാന്റെ റസൂല് പറയുകയാണ്, മൻ ആദാ ജാറഹു വലൗ ബികലിമത്തിൻ വാഹിദാ. ഒരു അയൽവാസി ഒരുപാട് വാക്കുകൾ വേണ്ട, ഒരുപാട് വാക്കുകൾ വേണ്ട. ഒരു അയൽവാസി ഒരു വാക്കുകൊണ്ട് നീ എങ്ങാനും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ, നിന്റെ പാവപ്പെട്ട അയൽവാസി ഉണ്ടല്ലോ, ഒരു വാക്കുകൊണ്ട് എങ്ങാനും നീ വേദനിപ്പിച്ചാൽ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂല് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ 2 കാര്യമുണ്ടാവുകയാണ്.
ആദ്യം പറഞ്ഞല്ലോ, നിന്റെ ജീവിതത്തിൽ വിജയമില്ല, നിനക്കല്ലാന്റെ പൊരുത്തമില്ല, നീ ചെയ്യുന്ന ഒരു ഇബാദത്തും അല്ലാഹ്ക്ക് വേണ്ട, നിനക്ക് സ്വർഗമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അങ്ങനെ ജീവിതം തീർന്നു. ജീവിതം തീർന്നു മരിക്കാരാവുന്ന സമയത്ത് ഒരു അയൽവാസി ഒരു വാക്കുകൊണ്ട് നീ വേദനിപ്പിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അഖ്റജല്ലാഹു റൂഹഹു മിൻ ഗൈരി ഷഹാദാ. ഈമാനില്ലാതെ നീ ചത്തുപോവും. നിനക്ക് മരിക്കുമ്പോൾ ശംസുൽ ഉലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതുപോലെ നിനക്ക് പറഞ്ഞു മരിക്കാൻ കഴിയില്ല. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിച്ചതുപോലെ നിനക്ക് മരിക്കാൻ കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ ചികിത്സിച്ച ഡോക്ടറല്ലേ പറഞ്ഞത്, മഹാനുഭാവന്റെ അവസാന ശ്വാസോച്ഛ്വാസ സമയത്ത് മഹാനുഭാവൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ മഹാനുഭാവൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയാണെന്നറിയില്ലായിരുന്നു. അല്ലാഹുവേ, മക്കളെ വിളിച്ചു വരുത്തി വാപ്പയുടെ BP വന്ന് ടെസ്റ്റ് ചെയ്യാൻ അങ്ങനെ നാടി തരമ്പ് പിടിച്ച് ആ ഡോക്ടർ ടെസ്റ്റ് ചെയ്യുമ്പോ ഒരു വിദഗ്ധനായ ഡോക്ടർ പറയുകയാണ്, അത്തിപ്പറ്റ ഉസ്താദിനെ ചികിത്സിച്ച ഡോക്ടർ പറയുകയാണ്, തന്റെ ശ്വാസോച്ഛ്വാസത്തിൽ പോലും അത്തിപ്പറ്റ ഉസ്താദ് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തേ അത്തിപ്പറ്റ ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള കാരണം എന്ത്? അവിടുത്തെ തസവൂഫിന്റെ കാരണം കൊണ്ട് മാത്രമല്ല, ഒരുപാട് ഇബാദത്ത് ചെയ്ത കാരണം കൊണ്ട് മാത്രമല്ല, ഏറ്റവും കൂടുതൽ അയൽവാസി ബഹുമാനിച്ച ആദരിച്ച മനുഷ്യനായിരുന്നു. അതല്ലേ മരിച്ച പിറ്റേ ദിവസം ചാനലുകളുടെ മുമ്പിൽ വന്ന് അത്തിപ്പറ്റ ഉസ്താദിന്റെ തൊട്ടടുത്ത അയൽക്കാരിയായ ഇവിടത്തെ വർഗീയവാദികൾ പഠിക്കട്ടെ, ഇവിടത്തെ ഫാഷിസ്റ്റ് ഭരണാധികാരികൾ പഠിക്കട്ടെ, പാവപ്പെട്ട ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കുന്നവർ പഠിക്കട്ടെ, മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ പ്രിയപ്പെട്ട അയൽക്കാരിയായ ഓമല എന്ന് പറയുന്ന അമുസ്ലിമായ ഒരു പെണ്ണ് പറയുകയാണ്, അത്തിപ്പറ്റ ഉസ്താദ് മരിച്ചപ്പോ എന്റെ വാപ്പ മരിച്ചതിനേക്കാളും എനിക്ക് വേദനയായി പോയി, സ്വന്തം ഉമ്മ മരിച്ചതിനേക്കാളും വേദനയായി പോയി, എന്റെ കൂടെ പറപ്പുകൾ മരിച്ചിട്ടുണ്ട്, അവർ മരിച്ചതിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ ദുഃഖിച്ച ദിവസം ഇന്നലത്തെ ദിവസമാ. കാരണം അത്തിപ്പറ്റ ഉസ്താദ് അങ്ങനെയായിരുന്നു. അല്ലൈനിൽ നിന്ന് എന്തെങ്കിലും ഒരു ലഗേജ് കൊണ്ടുവന്നാൽ എന്റെ വീട്ടിലേക്ക് വരാതെ മഹാനുഭാവൻ ലഗേജ് പൊട്ടിക്കൂല്ല, ഞങ്ങൾക്ക് വേണ്ടുന്നത് കൊണ്ടുതരുന്ന മനുഷ്യനായിരുന്നു, ഞങ്ങൾക്ക് പലഹാരങ്ങളും ഭക്ഷണങ്ങളും കൊണ്ടുതരുന്ന മനുഷ്യനായിരുന്നു. അത്തിപ്പറ്റ ഉസ്താദ് ഉണ്ടല്ലോ, ഞങ്ങൾക്കൊരു പിതൃസമാനനാണ്. എൻ്റെ ആരോഗ്യ കാര്യങ്ങൾ സ്വന്തം മകളെ പോലെ വന്ന് ചർച്ച ചെയ്യുന്ന മഹാനായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട പെൺമക്കളെ കെട്ടിച്ചേക്കുമ്പോ കൈ നിറയെ സ്വർണ്ണമിടാ ഞങ്ങൾക്ക് പണം തന്ന മനുഷ്യൻ അത്തിപ്പറ്റ ഉസ്താദാ. അവർക്ക് അല്ലാഹു കൊടുത്ത മരണം നോക്ക്, മരിക്കുന്ന നേരത്ത് പുഞ്ചിരിയോടുകൂടെ കലിമ ചൊല്ലി മരിച്ചില്ലേ. ആരായിരുന്നു കണ്ണിയത്ത് ഉസ്താദ്? മരിക്കുമ്പോ പുഞ്ചിരിയോടുകൂടെ മരിച്ചു മനുഷ്യ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അയൽവാസികളുടെ കടപ്പാടുകൾ എത്രത്തോളം പാലിച്ചുവെന്ന് വെച്ചാൽ, വാഴക്കാടിലുള്ള ഹൈന്ദവനായ സഹോദരന്മാർ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന് അമ്പലത്തിന്റെ മതിൽ കെട്ട് പൊളിച്ചിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വീട്ടിലേക്ക് വണ്ടി പോകാനുള്ള റോഡ് പണിത് കൊടുത്തത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് മരിച്ചപ്പോഴാണ് പോയ സന്ദർശകർക്ക്, ജനാസ സന്ദർശിക്കാൻ വേണ്ടി പോയവർക്ക് കുടിക്കാനുള്ള മധുരപാനീയങ്ങൾ നൽകിയത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഹൈന്ദവ സഹോദരങ്ങളാ. ആരായിരുന്നു മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്? എൻ്റെ പ്രിയപ്പെട്ടവരെ, അയൽവാസികളെ ബഹുമാനിച്ചതുകൊണ്ട് അള്ളാഹു അവർക്ക് കൊടുത്ത നേട്ടം എന്തെന്നറിയോ? പുഞ്ചിരിയോടുകൂടെ മരിച്ചില്ല മുസ്ലിമേ. ഇവിടത്തെ 1992 ബാബരി മസ്ജിദ് തകർത്തപ്പോ കേരളത്തിലുള്ള ഒരു വിദഗ്ധനായ ശാസ്ത്രജ്ഞന് പറയുകയാണ്, ഞാൻ പേടിച്ച് ഭയന്ന് വിറച്ചുകൊണ്ട്, ഞാനൊരു അമുസ്ലിമല്ലേ, കേരളത്തിലെ മുസ്ലിമീങ്ങളെ ശക്തിയുള്ള മലപ്പുറം ജില്ലയിലല്ലേ ഞാൻ സഞ്ചരിക്കുന്നത്, പേടിച്ച് ഭയന്ന് വിറച്ച് വരുമ്പോഴാണ് എൻ്റെ വണ്ടിയുടെ മുൻവശത്തിൽ നിന്ന് ഏറ്റവും വലിയ ഒരു ശബ്ദസ്വരത്തോടുകൂടെ ഒരു അനൗൺസിന്റെ വണ്ടി അവിടെ നിന്ന് ഈരിപ്പാഞ്ഞു വരുന്നത്. മഹാനായ ഹൈദർ അലി ശിഹാബ്
തങ്ങളുടെ വാക്കുകളെ വിളംബരം ചെയ്തുകൊണ്ട് ആ മൈക്കിലൂടെ പറയുന്നത് എന്തെന്നറിയോ? ഇവിടത്തെ 1000 പള്ളികൾ തകർത്താലും, ഇവിടത്തെ 1000 പള്ളികൾ തകർത്താലും ഒരു അമ്പലത്തിന്റെ മുറ്റത്തിൽ നിന്നൊരു പിടിമണ്ണ് പോലും മാറരുത് ചെറുപ്പക്കാരാ, അതിനെ മാറ്റിയെടുക്കരുത് ചെറുപ്പക്കാരാ എന്ന് പറഞ്ഞുകൊണ്ട് വിളംബരം ചെയ്തു വരുന്ന മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വിളംബരം കേട്ടുപോയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തേ അവർ അയൽവാസികൾ അത്രത്തോളം ബഹുമാനിച്ചവരാണ്, ആദരിച്ചവരാണ്. ആരായിരുന്നു മഹാനായ മിത്തബൈൽ ഉസ്താദ്? ഈ നാടിന്റെ ഒരു കാലത്തിന്റെ ആത്മീയ നേതൃത്വമല്ലേ? ഇവിടുത്തെ പല ഉസ്താദന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജാവകല്ലുകളിലേക്ക് പോകുമ്പോ, ഈ മലനാടിന്റെ മലയോരം മുറിച്ചു കിടക്കുമ്പോ ഈ പള്ളിയിലിരുന്ന് നിസ്കരിക്കാതെ മിത്തബൈൽ ഉസ്താദ് പോവില്ല. അള്ളാഹു അവർക്ക് കൊടുത്ത മരണം എങ്ങനെയായിരുന്നു? എല്ലാ ദിവസവും അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമോന് മദ്രസയ്ക്ക് പോകും, ഇൽമുമായി ബന്ധമുള്ള ഉസ്താദ്, ഇൽമിന് സ്നേഹിക്കുന്ന ഉസ്താദ് ഒരു ദിവസം പോലും മകനെ വിലക്കിയിട്ടില്ല. അന്നത്തെ ദിവസം പൊന്നുമോനെപ്പോട് പറഞ്ഞത് എന്തെന്നറിയോ? മോനെ, ഇന്നത്തെ ദിവസം മദ്രസയ്ക്ക് പോകല്ലടാ, ഒന്ന് നിന്നോട് എനിക്കിത്തിരി സംസാരിക്കാനുണ്ടടാ. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ അടുത്തിരുത്തി സംസാരിച്ച് ദ്വീപിൽ നിന്ന് വന്ന മഹത്തുക്കളായ ഔലിയാക്കന്മാരുടെ കാര്യങ്ങൾ മുഴുവൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ അവിടുന്ന് പറഞ്ഞു ബോധിപ്പിക്കുകയും, അല്ലാഹുവേ, മഗ്‌രിബിന്റെ സമയമാകുമ്പോ മോനോടൊന്ന് കുളിപ്പിക്കാൻ ആവശ്യപ്പെടുകയും, കുളിച്ചു വന്ന് കിടന്ന് മഗ്‌രിബിന്റെ ബാങ്കിനോടെടുത്ത് ഈ ലോകത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മഹാനായ മിത്തബൈൽ ഉസ്താദ് മരിച്ചു പോയെങ്കിൽ എന്തേ? അവർ അയൽവാസികളുടെ കടപ്പാട് പാലിച്ചവരാ. ഏത് പാതിരാത്രിയിലും അയൽവാസികൾ വന്ന്, ഉസ്താദേ ഒരു നൂല് മന്ത്രിച്ചു തരടേ, വെള്ളം മന്ത്രിച്ചു തരടേ, ഉസ്താദേ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ എന്ന് പറഞ്ഞ 24 മണിക്കൂറും ആ കഥ തുറക്കുമായിരുന്നു. വയോധികനായ കഴിഞ്ഞ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അന്ത്യനിമിഷങ്ങളിൽ പോലും എഴുന്നേറ്റ് പോലും നടക്കാൻ കഴിയാത്ത മിത്തബൈൽ ഉസ്താദ്, അല്ലാഹുവേ പടച്ചവരെ, അയൽക്കാരെ തോളോടുത്ത് തോള് ചേർത്ത് ജീവിച്ച മനുഷ്യനാ. ഞാൻ ഇത്രത്തോളം പറയാൻ കാരണമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വീട് മിത്തബൈൽ ഉസ്താദിന്റെ വീടിന്റെ തൊട്ടടുത്താണ്. അവർ പറയും, അയൽവാസികളോട് മഹാനുഭാവന് പാലിച്ച കടപ്പാടുകൾ, മഹാനുഭാവന് പാലിച്ച ഒരുപാട് ബാധ്യതകൾ, മക്കളെ പോലെ അയൽവാസികളെ മക്കളെ മഹാനായ മിത്തബൈൽ ഉസ്താദ് കണ്ടതാ. അള്ളാഹു അവർക്ക് കൊടുത്ത മരണം നോക്ക് മുസ്ലിമേ. ആരായിരുന്നു ശംസുൽ-ഉലമ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ഹോസ്പിറ്റലിൽ തന്റെ അവസാനത്തെ വാചകമുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഈ ലോകത്തിൽ നിന്ന് പറഞ്ഞ് മരിച്ചു പോയെങ്കിൽ എങ്ങനെ കിട്ടിയ അവസരം, എങ്ങനെ കിട്ടി? അവർക്ക് കേവലം തസവ്വുഫ് കൊണ്ടല്ല, ഇബാദത്ത് കൊണ്ടല്ല, ആരാധനയുടെ വിഹായുസിൽ സഞ്ചരിച്ചത് കൊണ്ട് മാത്രമല്ല, അവർ അയൽവാസികളുടെ കടപ്പാടുകൾ എത്രത്തോളം പാലിച്ചവരാ, അയൽവാസികളെ ബഹുമാനിച്ചവരാ, ഒരു കുത്തുവാക്ക് കൊണ്ടുപോലും നോയിപ്പിക്കാത്തവരാ. അള്ളാന്റെ റസൂല് പറയുന്നതും അതാണ്, ഒരു വാക്കുകൊണ്ട് നീ നിന്റെ അയൽവാസി വേദനിപ്പിച്ചിട്ടില്ലേ, നിനക്ക് മരിക്കുമ്പോ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ. സമസ്തയുടെ മഹാന്മാരെ പോലെ അല്ലാഹു നിനക്ക് അവസരം തരും മോനെ. ഒരു വാക്കുകൊണ്ട് നീ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഈ മഹല്ലത്തിലുള്ള ഏതെങ്കിലും ഒരു വീടിന്റെ അകത്തളത്ത് കഴിയുന്ന ഒരു മനുഷ്യന്റെ മനസ്സുണ്ടല്ലോ, ജീവിതത്തിൽ ഒരു പ്രാവശ്യം നീ ഒരു വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടോ മോനെ? അവന്റെ കൈകാല് പിടിച്ച് പൊരുത്തം ചോദിക്കാതെ, അവനോട് മാഫ് ചോദിക്കാതെ നിനക്കല്ലാഹു ഈമാനുള്ള മരണം തരൂല്ല. അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമതായി പറയുകയാണ്, മരിക്കുന്ന നേരത്ത് ഒരു വാക്കുകൊണ്ട് നിന്റെ അയൽവാസി നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വലാ യമൂതു ഇല്ലാ വലിസാനുഹു അലാ സദ്രിഹി മിനൽ ലത്ഷ്. ദാഹിച്ച് നിന്റെ നാക്ക് നിന്റെ നെഞ്ചകത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് വീണ് നീ പട്ടിയെ പോലെ ചത്ത് കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ എല്ലാ ജീവിതത്തിൽ വിജയമില്ല, നിന്റെ ഇബാദത്ത് അല്ലാഹ്ക്ക് വേണ്ട, നിനക്ക് സ്വർഗമില്ല, മരിക്കുമ്പോൾ ഈമാനില്ല, പട്ടിയെ പോലെ ചത്ത് കിടക്കും. ഇത്രല്ലായി
ഇനി ദുനിയാവല്ലേ ഇത്, ഇനി ഖബറിൽ മരിച്ചു കിടക്കാൻ പറ്റുമോ? ഇത് മാത്രം ഒരു സംഭവം ഒരു 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ സംഭവം കേൾക്കുന്നുണ്ട്, ദുആ കഴിഞ്ഞിട്ടേ പോവാം. ദുആക്കിരിക്കുമല്ലോ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ റസൂൽ ഒരു ദിവസം മദീന പള്ളിക്കാട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കരം ശബ്ദം. നമ്മോ ഈ ഖബർസ്ഥാനിൽ ഒരു ബൊബ്ബേഘട്ടം കേടെത്തു, ബെൽത്തം കടിക്കത്തു ഓടിയിട്ട്. ഓറങ്ങനെയല്ല, ഈ നിലവിളിയും ഈ പൊട്ടിക്കരച്ചിൽ കേൾക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഉമറേ ആരുടെ ഖബറാണെന്ന് പോയി അന്വേഷിക്കണം. വലിയ ഒരു അദാബ് കൊണ്ട് അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഖബറിൻ്റെ അകത്തളത്ത് തീനാളങ്ങളെ കൊണ്ട് അദ്ദേഹത്തെ മലക്കുകൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുടെ ഖബറാണെന്നൊന്ന് പോയി അന്വേഷിക്കൂ ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ ഓടിയിട്ട് അതേ സ്പീഡിൽ ഇങ്ങോട്ട് ഓടി വന്നു. പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉമർ തങ്ങൾ. ഉമറിനോട് അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, ഉമറേ എന്തിനാണ് ഉമറേ നിന്നോട് അന്വേഷിക്കാൻ വേണ്ടി പോയി? ആ മനുഷ്യൻ ആരാണെന്ന് പറയാൻ വേണ്ടിയല്ലേ ഉമറേ നിന്നോട് ഞാൻ പറഞ്ഞത്? പിന്നെ എന്തിനാണ് ഉമറേ നീ കരയുന്നത്? ഉമർ തങ്ങൾ പറഞ്ഞു, നബിയേ അതൊരു സാധാരണക്കാരനായ മനുഷ്യൻ്റെ ഖബറല്ല. 24 മണിക്കൂറും മദീന പള്ളിയിൽ തപസ്സിരുന്ന, ഈത്തികാഫിരുന്ന, അള്ളാൻ്റെ പൊരുത്തത്തിലായി ജീവിച്ചു പോയ ഒരു മനുഷ്യൻ്റെ ഖബറാണ് നബിയേ. റസൂലുള്ളാഹി കരയാൻ തുടങ്ങി. റസൂൽ അങ്ങനെയാണ്, കാരുണ്യത്തിൻ്റെ കടലാണല്ലോ. കാമിൽ റസൂലുള്ളാഹി ഖാതിം ഹബീബുല്ലാഹി കാമിൽ റസൂലുള്ളാഹി ഖാതിം ഹബീബുല്ലാഹി തമായുദിച്ച നൂറേ ഹമീം നജിയുള്ളാഹി ഉരുകുന്ന മരുഭൂമിൽ കരുളത്തൻ മലർവാടി വിരിച്ച ഗുരുബുധർ ജനിച്ചിടുന്നേ. കരകന കഥനത്തിലലയുന്ന മനുഷ്യർക്ക് അറിവിൻ്റെ കുളിർമഴ ചൊരിഞ്ഞിടുന്നേ. കാമിൽ റസൂലുള്ളാഹി ഖാതിം ഹബീബുല്ലാഹി. അല്ലാഹുവിൻ്റെ റസൂൽ ആ പള്ളിപ്പറമ്പിലേക്ക് ഓടുകയാ. ഉമർ പറഞ്ഞ ആ ഖബർസ്ഥാനിന്റെ അടുത്തോടി അല്ലാഹുവിൻ്റെ റസൂൽ ചരിത്രം പറയുകയാണ്. കരഞ്ഞു അല്ലാഹുവിൻ്റെ റസൂലിന്റെ താടിയെല്ലിലാകെ പരിശുദ്ധമായ അശ്രുധാരകൾ ഇങ്ങനെ ചാലിട്ടൊഴുകുമ്പോ ഉമർ തങ്ങളെ പോലും കരയുകയാണ്. ആ ഖബറിന്റെ അടുത്ത് മുട്ടുകുത്തി അല്ലാഹുവിൻ്റെ റസൂൽ ഇരിക്കുകയാണ്. എന്നിട്ടോ ഖബറാളിക്ക് വേണ്ടി യാസീൻ ഓതുകയാണ്. അല്ലാഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂൽ ആ ഖബറിന്റെ അടുത്തിരുന്ന് ദുആ ചെയ്യുകയാ. അപ്പൊ തീ കെട്ടു, ശബ്ദം നിലച്ചു പോയി. തിരിച്ചു വരുമ്പോൾ പിന്നെയും അങ്ങനത്തെ ഒച്ചപ്പാടാണ്, വല്ലാത്ത അട്ടഹാസം, വല്ലാത്ത നിലവിളി. അല്ലാഹുവിൻ്റെ റസൂലിന് ഇത് സഹിക്കാൻ പറ്റിയില്ല. ഉമറിനോട് ചോദിച്ചു, ഉമറേ അവന് നല്ല മനുഷ്യനല്ല ഉമറേ, അവന് നന്മ ചെയ്ത മനുഷ്യനല്ല ഉമറേ, തിന്മകളിൽ നിന്ന് വഴിമാറി നിന്നവനല്ല ഉമറേ, അവന് ചെയ്ത തിന്മ നിനക്കറിയോ ഉമറേ? അവൻ്റെ വല്ല രഹസ്യങ്ങളും നിനക്കറിയുമോ ഉമറേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബിയേ ഇല്ല നബിയേ ഇല്ല, എനിക്കറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമറേ നല്ല ഇബാദത്ത് ചെയ്ത, ലോകം മുഴുവനും ആരാധന കൊണ്ട് നിറച്ചു പോയ ആ മനുഷ്യന് എന്തിനാണ് ഉമറേ ഖബറിൽ തീ കൊണ്ട് നിറച്ചത്? അവന് എന്തിനാണ് മലക്കുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നറിയണം ഉമറേ, ഇവന്റെ രഹസ്യങ്ങളെ ഏറ്റവും കൂടുതൽ മണത്തറിയുന്നതാരാ? അപ്പൊ ഉമർ തങ്ങൾ പറഞ്ഞു, നബിയേ ഒരു മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ രഹസ്യങ്ങളുടെ കലവറയുടെ കാത്തു സൂക്ഷിപ്പുകാരൻ അവൻ്റെ ഭാര്യയാണ്. ഇവൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ പിടികിട്ടാം. റസൂലുള്ളാഹി പറഞ്ഞു, പെട്ടെന്ന് വേഗമാക്കിയോട്ടെ, പൊക്കോ. ഈ മനുഷ്യൻ്റെ ഭാര്യയുടെ അടുത്ത് പോയി വീടിൻ്റെ കഥമുട്ടി ചോദിച്ചു, പെണ്ണേ നിന്റെ ഭർത്താവ് മദീന പള്ളിക്കാട്ടിൽ ആറടി മണ്ണിൻ്റെ അകത്തളത്ത് നരകത്തിൻ്റെ തീനാളങ്ങളെ കൊണ്ട് അവിടുന്ന് വേദനിച്ച് പൊട്ടിക്കരഞ്ഞ് വിലപിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ ചെയ്ത തെറ്റെന്താണ്? ഞങ്ങൾക്കറിയില്ല, നിനക്കറിയോ? ആ പെണ്ണ് പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, അതെൻ്റെ ഭർത്താവല്ല, നിങ്ങൾക്ക് ആള് മാറിയതാ. കാരണം എൻ്റെ ഭർത്താവ് അങ്ങനെയല്ല, എത്ര നല്ല മനുഷ്യനാ,
ഇബാദത്ത് ചെയ്ത സുഹൃതങ്ങൾ ചെയ്ത നന്മകൾ മാത്രം വർദ്ധിപ്പിച്ച മനുഷ്യന് നിങ്ങൾ വിചാരിച്ച എൻ്റെ ഭർത്താവ്, നിങ്ങൾ പോയിട്ട് ആളെ നോക്കൂ. ശരി, ഉമർ തങ്ങൾ പറഞ്ഞു, എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല, എനിക്ക് പറ്റിയെങ്കിലും അള്ളാൻ്റെ റസൂലിന് പറ്റൂല. ആ പെണ്ണ് പറഞ്ഞു, ഉമർ എൻ്റെ ഭർത്താവിന് എന്ത് കുറവ് പറയാനാ? ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളെ ഭാര്യമാരോട് നമ്മളുടെ രഹസ്യങ്ങളെക്കുറിച്ച് ചോദിച്ചാലോ? നിങ്ങൾ പറയും, ഉസ്താദ് എൻ്റെ ഓൾക്ക് ഒന്നും അറിയാല, ഞാൻ ഭയങ്കരല്ല ആള്, നിൻ്റെ എല്ലാം അറിയാവും, നിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഇന്ന് പോയി രാത്രി ചോദിക്കുക, എൻ്റെ രഹസ്യങ്ങൾ നിനക്ക് അറിയോടി? അവൾ പറയും, A to Z അറിയാം. നിൻ്റെ കൂടെ 100 മിനിറ്റ് താമസിച്ചാൽ നിൻ്റെ ഭാര്യ നിൻ്റെ ജീവിതത്തിൻ്റെ സകല രഹസ്യങ്ങളെയും പറക്കിയെടുക്കും. പക്ഷേ നിനക്ക് നിൻ്റെ ഭാര്യയുടെ കൂടെ 100 കൊല്ലം താമസിച്ചാൽ പോലും രഹസ്യങ്ങളെ പറക്കിയെടുക്കാൻ കഴിയില്ല. അങ്ങനെ പറക്കിയെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കണ്ണൂർ ജില്ലയിലുള്ള തയ്യിൽ വെച്ച് സ്വന്തം പ്രിയപ്പെട്ട ബീജത്തിൽ നിന്ന് പിറന്ന 9 മാസവും 10 ദിവസവും തൻ്റെ ഗർഭപാത്രത്തിൽ വെച്ച് വളർത്തിയ 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഒരു കരിങ്കല്ല് പാരയുടെ മുകൾ ഭാഗത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ഒരു ഉമ്മക്ക് കൊല്ലാൻ മനസ്സ് വന്നത്. കഴിയും. ഒരു പെണ്ണിന് എല്ലാ രഹസ്യങ്ങളും അറിയാം. ഭർത്താവിൻ്റെ എല്ലാ രഹസ്യങ്ങളെയും അവിടെ നിന്ന് പിഴുത്തെടുക്കാനുള്ള കഴിവ് പെണ്ണിനുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, മോനെ നിൻ്റെ ഭാര്യയെ നീ ബഹുമാനിക്കണം. നിങ്ങൾ പറയും, ഉസ്താദെ ബഹുമാനിക്കാതെ തന്നെ ചോറ് കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല, ബഹുമാനിച്ചെങ്കിൽ എന്ത് കിട്ടല? ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ സല്യൂട്ടടിക്കണം എന്നല്ല, മനസ്സിലൊരു ബഹുമാനവും അവളോടൊരു സ്നേഹവും വേണം. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്തെന്നറിയോ? വമൗദിഉ സിദ്ദിഹി, നിൻ്റെ എല്ലാ രഹസ്യങ്ങളെയും ഒപ്പിയെടുക്കുന്ന പെണ്ണാണ് നിൻ്റെ ഭാര്യ. അങ്ങനെയുള്ള പെണ്ണായതുകൊണ്ട് തന്നെ ചോദിച്ചു ഉമർ തങ്ങളോട്. പെണ്ണ് പറഞ്ഞു, ഇല്ല തങ്ങളേ, എൻ്റെ ഭർത്താവ് അത്രക്കാരനല്ല, ഒരു രഹസ്യങ്ങളുമില്ല തങ്ങളേ, ഒരു രഹസ്യങ്ങളുമില്ല തങ്ങളേ. ഉമർ തങ്ങളെ പറഞ്ഞു, പെണ്ണേ നീ വന്ന് വിചിന്തനം നടത്തോ പെണ്ണേ, നീ വന്ന് വിചിന്തനം നടത്തോ പെണ്ണേ. ആ പെണ്ണൊരുപാട് നേരം വിചിന്തനം നടത്തി അവസാനം ഉമർ തങ്ങളോട് പറഞ്ഞു, തങ്ങളേ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ബാങ്ക് കേൾക്കുന്നതിൻ്റെ മുമ്പ് പള്ളിയിലേക്ക് വന്നിരുന്ന മനുഷ്യനാ, നിങ്ങൾക്കറിയാം. ഒരുപാട് നോമ്പെടുത്ത മനുഷ്യനാ, നിങ്ങൾക്കറിയാം. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പില്ലാത്ത ദിനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് കടിഞ്ഞു പോയിട്ടില്ല, നിങ്ങൾക്കറിയാം. ഒരുപാട് ഖുർആന് പാരായണം ചെയ്ത മനുഷ്യനെന്ന് നിങ്ങൾക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ട തങ്ങളെ, എത്രയോ വലിയ നന്മ ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എൻ്റെ ഭർത്താവ് ചെയ്തു പോയ ഒരൊറ്റ രഹസ്യം എനിക്കറിയാം. ആ ഭർത്താവിൻ്റെ രഹസ്യവും പരസ്യവും മുഴുവനും അറിയുന്ന എനിക്കുണ്ടല്ലോ, ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഞാൻ കുറവായി കണ്ടതൊന്നു മാത്രമാണ്. ഒരു ദിവസം അയൽവാസിയോട് സംസാരിച്ച് ആ സംസാരം കൂടിപ്പോയപ്പോ അത് പിണക്കമായി. തൻ്റെ പ്രിയപ്പെട്ട അയൽക്കാരനായ ഷുഐബ് എന്ന് പറയുന്ന മനുഷ്യനോട് മരിക്കുന്ന 4 ദിവസങ്ങൾക്ക് മുമ്പ്, ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പല്ല, മരിക്കുന്ന 4 ദിവസങ്ങൾക്ക് മുമ്പ് അയൽവാസിയായ ഷുഐബ് എന്ന് പറയുന്ന മനുഷ്യനോട് പിണങ്ങിക്കിടന്ന ഒരു തെറ്റല്ലാതെ എനിക്കൊരു അദ്ദേഹത്തിൻ്റെ തെറ്റ് പറയാനില്ല തങ്ങളേ. ഉമറിനിത് മതി, ഉമറിനിത് മതി. ഉമർ ഓടി വന്നു ഇലാ ഹളറത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഓടി വരികയാണ്. എന്നിട്ടോ മുത്തുനബിയോട് പറയുന്നു, നബിയേ ഈ മനുഷ്യനുണ്ടല്ലോ ജീവിതത്തിൽ ഒരു തിന്മ ചെയ്തവനല്ല, പക്ഷേ മരിക്കുന്ന 4 ദിവസങ്ങൾക്ക് മുമ്പ് അയൽക്കാരനായ ഷുഐബ് എന്ന് പറയുന്ന മനുഷ്യനോട് ഈ മനുഷ്യന് പിണങ്ങിക്കിടന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് ഇത് മതി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഷുഐബ് എവിടെ, ഷുഐബ് എവിടെ? ആ ഷുഐബിനെ എൻ്റെ അടുത്ത് വിളിച്ചു കൊണ്ടുവരുമോ? മഹാനായ മുത്തു റസൂലുള്ളാഹിന്റെ പരിശുദ്ധ വാക്കുകൾക്ക് വില കൽപ്പിച്ച് ഉമർ തങ്ങൾ നേരെ ഷുഐബിനെ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധാനത്തിലേക്ക് എത്തിക്കുകയാണ്. മുത്തുനബിയുടെ സാന്നിധ്യത്തിലേക്ക് എത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ ഖബർ കാണിച്ചുകൊണ്ട് ഷുഐബിനോട് ചോദിക്കുന്നു, ഷുഐബ്, മദീന പള്ളിക്കാട്ടിൽ നരകത്തിന്റെ യാതനകരമായ ഏറ്റവും വലിയ വിഷമകരമായ ഏറ്റവും വലിയ വേദനാജനകമായ ശിക്ഷകളെ കൊണ്ട് നരകത്തിന്റെ തീനാളങ്ങളുടെ മധ്യത്തിൽ അളിക്കത്തുന്ന പൊട്ടിക്കരഞ്ഞ് വിതുമ്പുന്ന മനുഷ്യനെ നിനക്കറിയോ ഷുഐബ്? ഷുഐബ് പറയുന്നു, നബിയേ എനിക്കറിയാം നബിയേ, എൻ്റെ അയൽവാസിയാണ് നബിയേ, എൻ്റെ അയൽവാസിയാണ് നബിയേ. മരിക്കുന്ന
4 ദിവസങ്ങൾക്ക് മുമ്പ് എന്നോടവനെ പിണങ്ങിക്കിടന്നതാണ് നബിയേ, എന്നോടവനെ പിണങ്ങിക്കിടന്നതാണ് നബിയേ. എന്നോട് പൊരുത്തപ്പെടിക്കാൻ എപ്പോഴാണ്, ഏത് സമയത്താണ്, ഏത് സെക്കൻഡിലാണ് ഇസ്രായേൽ വരികയെന്ന് പറയാൻ പറ്റാത്ത ലോകത്ത് ഒരു അനുലംഘനീയമായ വിധിക്ക് കീഴ്പ്പെട്ട് ഈ പള്ളിക്കാട്ടിലേക്ക് വന്നവനാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ശുഐബിനോട് പറയുകയാണ്, ആ മനുഷ്യനിക്ക് നീ പുറത്തു കൊടുക്കോ, ആ മനുഷ്യനിക്ക് നീ പുറത്തു കൊടുക്കോ. മഹാനായ മുത്തു റസൂലുള്ള പറയാണ്, മോനെ പുറത്തു കൊടുത്താൽ നിനക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെടാ, സ്വർഗം നിനക്ക് ഞാൻ ചോക്ലേറ്റ് വാങ്ങിത്തരും പോലെ വാങ്ങിത്തരാമെടാ. ശുഐബ് സമ്മതിച്ചു. നേരിയ ഖബറിന്റെ അടുത്ത് ഓടുകയാ. ആ ഖബറിന്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു, സലാം പറഞ്ഞു. ആ ഖബറാളിക്ക് വേണ്ടി യാസീന് പാരായണം ചെയ്തു ദുആ ചെയ്തപ്പോഴല്ല ആ ഖബറിന്റെ തീനാളം കെട്ടുപോവുകയാ, ആ നിലവിളി അസ്തമിച്ചു പോവുകയാ. എന്തേ? ശുഐബ് വലിയ ആലിമായതുകൊണ്ടല്ല, ശുഐബ് വലിയ ആരിഫായതുകൊണ്ടല്ല, ശുഐബ് വലിയ ആബിദായതുകൊണ്ടല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട ദിവസത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കൂലിവേളക്ക് പോകുന്ന മനുഷ്യനാ ശുഐബ്. ആ ശുഐബാണ് പോയി പൊട്ടിക്കരഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പോലും പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ച് നിലച്ചു പോകാത്ത കെട്ടുപോകാത്ത തീനാളം കെട്ടുപോയതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ആ സമയത്താണ് ഖബറിൽ നിന്നവിടുന്ന് ശബ്ദം കേൾക്കുന്നത്, ഉറവിളി കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിനോട് ആ ഖബറാളി പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങേക്ക് സലാമുണ്ട് നബിയേ. വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ നബിയേ, വലിയ തെറ്റുകൊണ്ടല്ല, വലിയ കുറ്റം കൊണ്ടല്ല, ശുഐബ് എന്ന് പറയുന്ന മനുഷ്യനോട് പിണങ്ങിക്കിടന്ന ഒരൊറ്റ കാരണം കൊണ്ട് അയൽവാസിയോട് ഞാൻ അവിടുന്ന് വിണങ്ങാതെ ഒത്തൊരുമിക്കാതെ സഹകരിക്കാതെ മരിക്കുന്ന 4 ദിവസങ്ങൾക്ക് മുമ്പ് പിണങ്ങിയതിന്റെ കാരണം കൊണ്ട് അല്ലാഹു എൻ്റെ സർവ്വ അമലുകളെയും നശിപ്പിച്ച് കളഞ്ഞു നബിയേ. അല്ലാഹുവിൻ്റെ മലക്കുകൾ എന്നെ ശിക്ഷിച്ചു നബിയേ, നരകത്തിന്റെ തീയിലിട്ട് കരിച്ചു നബിയേ. തങ്ങളെന്ന് പൊരുത്തപ്പെടിച്ചപ്പോ അല്ലാഹു എല്ലാം ഉയർത്തിക്കളഞ്ഞു, എൻ്റെ ഖബർ സ്വർഗമാക്കി തന്നു നബിയേ. ചിന്തിക്കടാ മുസ്ലിമേ, ഒരുപാട് നിസ്കരിച്ചവരാ നമ്മള്, ഒരുപാട് ഓതിയവരാ നമ്മള്, ഒരുപാട് നന്മകൾ ചെയ്തവരാ നമ്മള്. ഒരു അയൽവാസിയെ പരിഗണിച്ചിട്ടുണ്ടോ? ഒരു അയൽവാസിയെ ബഹുമാനിച്ചിട്ടുണ്ടോ? ഒരു അയൽവാസിയോട് ഇണങ്ങിയിട്ടുണ്ടോ? ഒരു അയൽവാസി പാവപ്പെട്ടവനായിട്ട് അവന്റെ വീടിന്റെ അകത്തളത്ത് പോയി ഒരു സമാശ്വാസനത്തിന്റെ വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഒരു അയൽവാസി പള്ളി വരാന്തകളിൽ പോയി കൈനീട്ടുമ്പോ, ആരാന്റെ വീട് മുറ്റത്ത് പോയി കൈനീട്ടി യാചിക്കുമ്പോ, മോനെ അവനൊരു 10 രൂപ നീട്ടാ നിന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടേടാ. ഒരു 100 രൂപ കടം ചോദിക്കുമ്പോ ആ പാവപ്പെട്ടവന്റെ മനസ്സ് സമാധാനിപ്പിക്കാ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോടാ? മോനെ, ഇത് നിനക്ക് ഖബറിലേക്കുള്ള വിനാശമാ. ലോകം മുഴുവനും ആരാധന കൊണ്ട് നിറച്ച ഒരു മനുഷ്യരെ, ഒരു അയൽവാസിയുടെ ഒരു തുള്ളി കണ്ണുനീരുകൊണ്ട് അല്ലാഹു അവന്റെ സർവ്വ അമലുകളെ നശിപ്പിച്ചു കളഞ്ഞെങ്കിലും മുസ്ലിമേ, ഒരു അയൽവാസിയോട് പിണങ്ങി കിടന്നിട്ട് നമുക്ക് അമല് വേണ്ട, സുഹൃതങ്ങൾ വേണ്ട, ആരാധനകൾ വേണ്ട. കാരണം എന്തെന്നറിയോ? ഒരു അയൽവാസിയുടെ ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ, അവന്റെ മനസ്സിന്റെ വേദനയുണ്ടല്ലോ, നിന്റെ സർവ്വ അമലുകളെ നശിപ്പിച്ച് കളയുന്നതാ. അതുകൊണ്ട് നന്നാവുക, അയൽവാസികളോട് ഇണങ്ങുക, അവരോട് ഒത്തൊരുമിക്കുക, അവരോട് സഹകരിക്കുക. നല്ല മനസ്സിന്റെ ഉടമകളായി പരിശുദ്ധ ശഅബാനിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കണക്കാക്കുന്ന വറാത്തിന്റെ രാത്രിയിലേക്ക് പരിശുദ്ധ റമളാനിലേക്കും കാലെടുത്തു വെക്കുന്ന നമ്മളുണ്ടല്ലോ, നമ്മുടെ അയൽവാസിയുടെ പൊരുത്തമില്ലാതെ അത്രയും ദിവസങ്ങൾക്ക് കാലെടുത്ത് വെച്ചാൽ അല്ലാഹു നമ്മളെ നശിപ്പിക്കും മോനെ, അല്ലാഹു നമ്മെ സ്വീകരിക്കൂല മോനെ. കാരണം അല്ലാഹും അല്ലാഹുവിന്റെ റസൂല് പിണങ്ങിക്കിടന്നവനാ നിന്നോട്. ആ പിണക്കത്തെ മാറ്റണമെങ്കിൽ നിന്റെ അയൽവാസിയോട്